നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ട്രേഡിംഗിൽ ഇറങ്ങാൻ പോകുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണുക. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചില അബദ്ധങ്ങൾ ചെന്ന് ചാടും. നിങ്ങളറിയാതെ നിങ്ങളുടെ കയ്യിൽ പൈസ പോകാൻ നല്ല ചാൻസ്. സോ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നു, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഈ സ്റ്റോക്കിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാളാണ്, ഇതിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും, ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും കുറേ പൈസ ലാഭിക്കാൻ പറ്റും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യേണ്ടത്? കറന്റ് 3 പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിലുള്ള ടോപ്പായിട്ടുള്ളത്. 1 ഏഞ്ചൽ ബ്രോക്കിംഗ്, 2 സെരോദ, 3 ഗ്രോ. ഇതിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് സെരോദയിലും ആനുവൽ മെയിൻ്റെനൻസ് ചാർജുകളുണ്ട്, അതുപോലെ കുറച്ച് വേറെ ചാർജുകളുണ്ട്. സോ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രോയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷേ ബാക്കി 2 പ്ലാറ്റ്ഫോമിൽ റേറ്റ് കൂടുതലാണ്. സോ നിങ്ങൾക്കൊരു ബൾക്ക് എമൗണ്ട് ഒക്കെ ഇടാനുണ്ടെങ്കിൽ നല്ലത് ഏഞ്ചൽ ബ്രോക്കിംഗ് അല്ലെങ്കിൽ സെരോദയാണ്. മറിച്ച് നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾ സ്റ്റഡി ചെയ്യാനാണ് ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഗ്രോ ആണ്. സോ നമ്മൾ ഗ്രോ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഗ്രോ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ബൾക്കായിട്ട് എമൗണ്ട് ഒക്കെ ഇടാനുണ്ടെങ്കിൽ മാത്രം സെരോദ ഏഞ്ചൽ ബ്രോക്കിംഗ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്, കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് സ്റ്റോക്ക്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് മനസ്സിലാവുക. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടും, കുറേ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോ വിശ്വസിച്ച്, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന ആൾക്കാരൊക്കെ വിശ്വസിച്ച് നമ്മൾ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ചിലപ്പോൾ അത് പോണ വഴി അറിയില്ല, ചിലപ്പോൾ ആ മാസം തന്നെ പോയെന്ന് വരാം. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ട് ഇതിൽ ഫണ്ട് ഇടാണ്ടിരിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കുക. സോ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ്? സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിച്ച് നമ്മുടെ കയ്യിൽ വയ്ക്കുകയാണ്. നമുക്ക് ആ ഷെയർ എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും അല്ലെങ്കിൽ വീണ്ടും വാങ്ങാനും പറ്റും. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ കയറി നമുക്ക് എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് ആ രൂപയ്ക്ക് നമ്മൾ ആ ഷെയർ മേടിക്കും. ബേസിക്കായിട്ട് പറഞ്ഞാൽ അഡ്വാൻസ് നമുക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കാം. ഈ ഷെയർ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വയ്ക്കും. പിന്നെ എന്തെങ്കിലും ആ കമ്പനിയെ പറ്റി ന്യൂസോ അല്ലെങ്കിൽ ആ കമ്പനി ലാഭം പ്രോഫിറ്റ് കൂടണ ന്യൂസോ ഒക്കെ പുറത്ത് വരുമ്പോൾ ആ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും. ഫോർ എക്സാമ്പിൾ 5 രൂപ എന്ന ഷെയർ ചിലപ്പോൾ 10 രൂപയെന്ന് വരും. സോ നമ്മൾ 5 രൂപയ്ക്ക് മേടിച്ച ഷെയർ 10 രൂപയാകുമ്പോൾ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി 5 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 5 രൂപ പ്രോഫിറ്റ് കിട്ടില്ല, അതിൽ നിന്ന് കുറേ ടാക്സും പോകും, അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ചാർജസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പോയിട്ട് ഒരു 3 രൂപ കിട്ടുമെന്ന് വിചാരിക്കാം. സോ ആ 3 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ്. സോ നമ്മൾ ഈ 5 രൂപയ്ക്ക് പകരം അവിടെ 1 ലക്ഷമാണ് കിട്ടുന്നത് വയ്ക്കുക. അപ്പോൾ അതനുസരിച്ച് പ്രോഫിറ്റ് കൂടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർ ട്രേഡിലും നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു ബൾക്ക് എമൗണ്ട് തന്നെ വേണം. പിന്നെ മറ്റേ മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ട്, അത് നമ്മളിപ്പോൾ പറയുന്നില്ല, വേറെ വീഡിയോയിൽ പറയും. സോ ഇതാണ് ബേസിക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഐഡിയ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിൽ ഓരോ ഷെയർ തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ യൂസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാവണം. ഈ ഷെയറിൽ തന്നെ ഡിവിഡൻഡ് ഷെയർ ഉണ്ട്, അതായത് നമ്മൾ ഈ ഷെയർ മേടിച്ചാൽ എല്ലാ കൊല്ലം ഇത്ര ശതമാനം വെച്ച് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡിവിഡൻഡ് കിട്ടും. സോ അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്ക് മേടിക്കാം. നമ്മുടെ സ്റ്റോക്ക് മേടിക്കും, ഓരോ കൊല്ലം ഇത്ര ഇത് വെച്ച് ഡിവിഡൻഡും കിട്ടും, നമുക്ക് കിട്ടും. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനത്തെ സ്റ്റോക്കുകൾ മേടിക്കും. അല്ല, നിങ്ങളുടെ മനസ്സിൽ ലോങ് ടൈം സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഒരു 5 ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ 10 ലക്ഷം ഉണ്ട്, അത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ FD റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ അല്ല ക്യാഷ്, അവിടെ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണില്ല. അങ്ങനത്തെ സിനാരിയോയിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് ഓരോ ഷെയറിൻ്റെ ആയിട്ട് ലോങ് ടൈമിലേക്ക് പർച്ചേസ് ചെയ്യാം. ഈ ലോങ് ടൈമിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷെയർ എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റേറ്റ് കുറഞ്ഞതനുസരിച്ച് നമുക്ക് വിൽക്കണം വേണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഈ ഷെയർ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കേണ്ട ഞാനൊരു കാര്യം പറയാൻ വിട്ടു, 3 ടൈപ്പ് ട്രേഡിംഗ് ആണുള്ളത് മെയിനായിട്ട്. 1 ഇൻട്രാഡേ, 2 ഡെലിവറി, 3 ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. ഇതിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും നോക്കരുത്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ആ സൈഡിലേക്ക് നോക്കരുത്, എക്സ്പെരിമെൻറ്റ് പോലും ചെയ്യരുത് ഞാൻ പറയുള്ളൂ. കാരണം ഞാനും ഇതിന് ലോസ് ഉണ്ടാക്കി തന്നെയാണ് പഠിച്ചത്. ആരും നമുക്ക് പറഞ്ഞില്ല, നമ്മൾ വീഡിയോയിലൊക്കെ കാണും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് നമുക്ക് പറ്റില്ല. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നമ്മൾക്ക് ഉദ്ദേശിച്ച ബിഗിനേഴ്സിന് പറ്റില്ല. നല്ല രീതിയിൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ന്യൂസും ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. സോ അത് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടിരിക്കുക. നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രം മനസ്സിലാക്കുന്നവരാണെങ്കിൽ പൈസ ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ എമൗണ്ട് മാത്രം ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾക്ക് എന്തായാലും ലോങ് ടൈമിൽ ലോസ് ആയിരിക്കും. നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോൾ ലോസിലായിരിക്കും.
അതുകൊണ്ട് അത് ചെയ്യാണ്ടിരിക്കുക, പഠിക്കാൻ പോലും ചെയ്യാണ്ടിരിക്കുക സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഡെലിവറിയാണ്. നമ്മൾ ഫ്യൂച്ചർ ഓപ്ഷൻസ് നോക്കണില്ല, പിന്നെ ഉള്ള രണ്ടെണ്ണം ഇൻട്രാഡേയും ഡെലിവറിയാണ്. ഇത് രണ്ടും എന്താണ്, ഇതിലേതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻട്രാഡേയും ഡെലിവറി എന്താണെന്ന് ആദ്യം നോക്കാം. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു തുടങ്ങി വൈകുന്നേരം മാർക്കറ്റിംഗ് ക്ലോസ് ചെയ്യണ വരെയാണ് നമുക്ക് സമയമുള്ളത്. ഈ സമയത്ത് നമ്മൾ ബൾക്ക് എമൗണ്ട് മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റ് ആവുന്ന സ്റ്റോക്ക്, അതായത് സ്റ്റഡി ആയിട്ടുള്ള സ്റ്റോക്കിലല്ല, ഭയങ്കരമായിട്ട് കൂടെ കുറേ സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ കുറവ് റേറ്റിന് മേടിക്കാം, അതിൻ്റെ റേറ്റ് കൂടുമ്പോൾ വിൽക്കാം, അല്ലെങ്കിൽ റേറ്റ് കുറയുമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് മേടിക്കാൻ പറ്റും. സോ ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ആവശ്യം, നമ്മളെങ്ങനെയാണ് ആ ഷെയർ ഇടിയോ അല്ലെങ്കിൽ കൂടോ നോക്കിയിട്ട് നമ്മൾ ആ ഷെയർ മേടിക്കും. എന്നിട്ട് വൈകുന്നേരം 3 മണി അല്ല 3:30 നമ്മളത് ക്ലോസ് ചെയ്യണം. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അതായത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് എത്രയാണെന്ന് ലാഭമാണോ നഷ്ടമാണോ നോക്കുക, അവരാണ് ക്ലോസ് ചെയ്യും. സോ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ആ പ്രോഫിറ്റ് ഉണ്ടാക്കി ആ ദിവസത്തിനുള്ളിൽ തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. പക്ഷേ ഇൻട്രാഡേയിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബൾക്ക് എമൗണ്ട് ഇട്ടാലാണ് നമുക്കത് പ്രോഫിറ്റബിൾ ആവുള്ളൂ. മാത്രമല്ല നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അത് നഷ്ടമായിരിക്കും. സോ അതുകൊണ്ട് സ്റ്റാർട്ടേഴ്സിനും ഇൻട്രാഡേ അത്ര നല്ലതല്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് റിസ്ക് ഉള്ളതാണെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെലിവറിയാണ്. ഈ ഇൻട്രാഡേയിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റും അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ പറ്റും. ഇനി വരുന്നത് ഡെലിവറിയാണ്. ഡെലിവറിയാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി നമ്മളൊരു ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് ഇൻട്രാഡേയിൽ എടുക്കുന്ന ഷെയർ വേണമെങ്കിൽ ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നടന്നില്ല, ആ സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ഡെലിവറിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ കുറച്ച് ലോസ് വരാൻ ചാൻസ് ഉണ്ട് അവിടെ. സോ അതുകൂടി നോക്കാം. പിന്നെ ഡെലിവറിയിലെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടൈമിലേക്കാണ് ഇത് മേടിക്കുന്നത്. ലോങ് ടൈമിലേക്ക് ഈ ഷെയർ മേടിച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ റിസ്ക് കുറയും. നമുക്കിപ്പോൾ ആ ഷെയർ ഇടിയാണെങ്കിൽ അത് വിൽക്കണ്ട, നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നോളും. ആ സ്റ്റോക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. അതായത് ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടെന്ന് ഉറപ്പണം. അല്ലെങ്കിൽ തകർന്നു പോകുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്പനി കൂട്ടി പോകുന്നതാണെങ്കിൽ അത് അപ്പോൾ തന്നെ വിറ്റ് ഒഴിവാക്കിയേക്കാം. പക്ഷേ വലിയൊരു കമ്പനിയാണ്. ഫോർ എക്സാമ്പിൾ ടാറ്റ എടുക്കാം, റിലയൻസ് എടുക്കാം, അദ്വാനി പോർട്സ് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കാണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ അത് കയറാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ലോസ് ആണെങ്കിലും പേടിച്ച് വിൽക്കാതെ ഒരു കുറച്ചും കൂടി ഫണ്ട് ഇട്ട് ആവറേജ് ചെയ്യുക. നമ്മൾ കയ്യിൽ ഫണ്ട് ഇടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെയും കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നല്ല സ്റ്റോക്കാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു നല്ല ന്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആ സൈഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗ്രോത്ത് കിട്ടും. ആ സമയത്ത് തന്നെ നമുക്ക് ഷെയർ വിറ്റ് നമുക്ക് ലോസ് ഉള്ളത് പ്രോഫിറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ബിഗിനേഴ്സിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറിയാണ്. ഈ ഡെലിവറിയിൽ എടുക്കുന്ന ഷെയറുകൾ നമ്മൾക്ക് എത്ര നാളാണെങ്കിലും നമ്മുടെ കയ്യിൽ വയ്ക്കാം. അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വലിയില്ല. ഈ ഗ്രോയിലാകുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഇത്ര പെർസെൻറ്റേജ് പ്രൈസ് ഗ്രോയ്ക്ക് കൊടുക്കേണ്ടത്. അതല്ലാണ്ട് എത്ര കയ്യിൽ വെച്ചാലും നമുക്ക് അതിനുള്ള എന്താ പറയുക ചാർജസ് ഒന്നും വരുന്നില്ല. സോ ഏറ്റവും ബെറ്റർ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു ചെറിയ എമൗണ്ട് വെച്ച് ഡെലിവറിയിൽ നിങ്ങളിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് മാത്രം ഇൻട്രാഡേയിലേക്ക് കിടക്കാം. ഇൻട്രാഡേയിൽ എക്സ്പെർട്ട് ആയി മാത്രം ഫ്യൂച്ചർ ഓപ്ഷനിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ ഗ്രോയും സൈരോദ്യം പറയുന്നത് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നതിൽ 90% ആൾക്കും ഇയർ എൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പോൾ ലോസാണ് വന്നിട്ടുള്ളത്. വേറെ 10% പേർക്കാണ് പ്രോഫിറ്റ് വന്നത്. സോ അത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. 10% പ്രോഫിറ്റ് വന്നതിൽ ഒരു 50% ലക്കായിരിക്കാം, ബാക്കി 10% ആയിരിക്കും ഇവർ കഴിവുകൊണ്ട് ഉണ്ടാക്കുന്നത്. സോ ഭയങ്കര ടഫാണ് ഫ്യൂച്ചർ ഓപ്ഷൻ. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം പറഞ്ഞാൽ ആ പ്രോഫിറ്റ് കിട്ടിയെന്ന് വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ചുകൂടി എളുപ്പമാണല്ലോ, ഇതിൻ്റെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കര റിസ്ക് ഉള്ളതാണ് ഫ്യൂച്ചർ ഓപ്ഷൻ. അവർ പല കോച്ചിങ് ക്ലാസ്സും പറയുന്നത് നല്ലതാണ്, ചാർട്ടൊക്കെ കാണിച്ച് ഇന്ന ചാർട്ട് അതൊക്കെ ഇതാണ് പറയും. പക്ഷേ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കാണ്ടിരിക്കുക. നിങ്ങളുടെ അഡ്വാൻസ്ഡ് ആയി നിങ്ങൾക്ക് മനസ്സിലായി ഷെയർ ട്രേഡിംഗ് എന്താണ്, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത് മനസ്സിലായതിനു ശേഷം വേണമെങ്കിൽ മാത്രം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലേക്ക് കിടക്കുക. അല്ലാണ്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഡെലിവറിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഡെലിവറിയിൽ നിങ്ങൾ പഠിച്ച് ഫുൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പഠിച്ച് എക്സ്പെർട്ട് ആയതിനു ശേഷം നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷനിലേക്ക് കിടക്കരുത്, ഇൻട്രാഡേയിലേക്ക് കിടക്കാം. ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായി. നിങ്ങൾ എക്സ്പെർട്ട് ആയതിനു ശേഷം മാത്രം ഫ്യൂച്ചർ ഓപ്ഷനിലേക്ക് കിടക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് ഷെയറിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പൈസ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തിനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്ത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യണ മെത്തേഡ് എന്തും ആയിക്കോട്ടെ, ഒരിക്കലും പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക.
നമ്മൾ വിചാരിക്കും ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന സ്റ്റോക്സ് പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വലുതായി കുറേ എമൗണ്ട് ആവുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനേക്കാളും കൂടുതൽ കോഴ്സസ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്നി സ്റ്റോക്ക് ഗ്രോ ആവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സോ നമ്മൾ ആ പെന്നി സ്റ്റോക്ക് എത്ര ഹൈപ്പ് ഉണ്ടെങ്കിലും ആ പെന്നി സ്റ്റോക്ക് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ മാത്രം എടുക്കുക. അല്ലാത്ത സിനാലും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ബിഗിനേഴ്സ് ആണെങ്കിൽ പെന്നി സ്റ്റോക്ക് എടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് പ്രോഫിറ്റബിൾ ഒരിക്കലും ആവില്ല. നമ്മൾ വിചാരിക്കും ഈ ചെറിയ കുറവ് പൈസ കിട്ടുന്നതല്ലേ എന്തോരം ലാഭം കിട്ടും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മളെപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് എടുക്കുന്നത്. സ്റ്റേബിൾ മെയിൻ ആയിട്ടുള്ള ടിപ്പ് പറയുകയാണെങ്കിൽ ഈ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടുപിടിച്ച് വയ്ക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ആ സ്റ്റോക്ക് എന്തെങ്കിലും ഒരു ഇടിയും. ആ ഇടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് മാർക്കറ്റിൽ നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ കോവിഡ് അല്ലെങ്കിൽ ഇറാൻ വാർ, ഈ സിനാരിയോയിൽ എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും അവർ ഇടിയും. ആ ഇടിയുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് നമ്മൾ മേടിക്കുക. അതുവരെ നമ്മൾ പൈസ മാർക്കറ്റിൽ ഇടണ്ട, നിങ്ങൾ കയ്യിലെടുത്ത് വയ്ക്കുക. നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഇങ്ങനത്തെ ഡിപ്പ് വരുമ്പോൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് കൊണ്ടിടുക. പക്ഷെ ഇടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഡെലിവറിയിൽ ഇടാൻ വേണം. നിങ്ങൾ ആ ഫണ്ട് ലോങ് ടൈം യൂസ് ആവാത്ത ഫണ്ടായിരിക്കണം കൊണ്ടിടുക. എങ്ങനെ പോയാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 2012-14 തൊട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഒരു അറിവില്ലെങ്കിലും നിങ്ങൾ നല്ലൊരു സ്റ്റോക്ക് ചൂസ് ചെയ്ത് ഇങ്ങനത്തെ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം വെയിറ്റ് ചെയ്താൽ എങ്ങനെ പോയാലും ആ ഇട്ട എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ ഈ സംഭവങ്ങളൊക്കെ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ഇടാം. സോ ഞാൻ അങ്ങനത്തെ കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ.